ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം മീൻപാറ കാട്ടിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാട്ടിൽ എന്ന് പറയുമ്പോൾ കാട്ടിൽ വളരെയധികം ഇരുട്ടായി കഴിഞ്ഞു. ശാലിനിയുടെ തൊട്ടരികിൽ കുട്ടികൾ 2 കിലോമീറ്ററിന് അടുത്ത് തന്നെ കുട്ടികളുണ്ടെങ്കിലും ശാലിനി എത്ര പ്രയത്നിച്ചും കൈകൾ എത്താൻ പറ്റാത്ത ദൂരത്തിലേക്ക് അവർ വീണ്ടും ഡേഞ്ചറസ് ആയ സോണിലേക്ക്, അതായത് ഭയങ്കര അപകടങ്ങൾ നിറഞ്ഞ, അതായത് കാട്ടാനയിൽ, അത് മതം പിടിച്ച കാട്ടാനകൾ തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനത്തു നിന്നെല്ലാം കൊണ്ടുവന്ന് മൃഗങ്ങൾ പോലും, അവിടുത്തെ കാട്ടിലെ മൃഗങ്ങൾ പോലും പകൽ സമയത്ത് പോലും പോകാൻ ഭയപ്പെടുന്ന ഏരിയയിലേക്കാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ശാലിനി അരികിൽ തന്നെ ഉണ്ട്. പക്ഷേ ശാലിനിക്കോ വിഷ്ണുവിനോ ആർക്കും തന്നെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ശാരദാമ്മയുടെ തപം അവിടെ ഒരു ഭാഗം ഭയങ്കര രീതിയിൽ നടക്കുന്നു. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വന്നാൽ അത് ശാരദാമ്മയുടെ ജീവന് പോലും ഹാനികരമാകും. ഇവിടെ എല്ലാവരുടെ ജീവനും എന്താണ്, ഓരോ രീതിയിൽ തുലാസിൽ വെച്ചുകൊണ്ട് ശാലിയുടെ മനസ്സ് പിടയ്ക്കുന്നുണ്ട്, വിഷ്ണുവിൻ്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ട്, ശ്യാമയുടെയും രോഹിത്തിൻ്റെയും മനസ്സ് പിടയ്ക്കുന്നുണ്ട്. ശാരദാമ്മയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യാനും തയ്യാറായി തുനിഞ്ഞിരിക്കുന്ന നമ്മുടെ ശാരദാമ്മയുണ്ട്. പക്ഷേ എല്ലാവരും നിന്നിട്ടും കുട്ടികൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ആപത്ത് ബാധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് എന്താണ്, കാട്ടിൽ ആദ്യം കുട്ടികൾ കാണിക്കുന്നത് ഒരു 4 മണി 5 മണിയുടെ സമയമാണ്. ആ 4 മണി 5 മണിയുടെ സമയത്തിനകത്ത് കുട്ടികളുടെ കയ്യിലേക്ക് ആർട്ടിസ്റ്റ് വരച്ച പടം കിട്ടുന്നുണ്ട്. പക്ഷേ ആ പടത്തിനകത്ത് എല്ലാം മാഞ്ഞു പോയി കഴിഞ്ഞു. ആ പടം എന്താണ്, ഇനി ഉപയോഗശൂന്യമാണ്. അതുമല്ല അത് കണ്ടിട്ട് കുട്ടികൾക്ക് ആരാൻ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളിവിടം വരെ വന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതായാലോ സത്യം എന്ന് പറഞ്ഞിട്ട് എന്താണ് സത്യയോട് പപ്പി മോൾ പരാതി പറയുന്നത്. എന്ത് ചെയ്യാനാ പപ്പി, നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി നടക്കാം, നമുക്കിനി മെയിൻ റോഡിലേക്ക് എത്തണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ നടക്കാൻ തുടങ്ങുന്നു. പക്ഷെ നടക്കാൻ തുടങ്ങുന്ന മെയിൻ റോഡിലേക്കല്ല, ഇവർ നടന്ന് കയറുന്ന കാട്ടിലേക്കാണ്. സത്യമോൾ നല്ല ഉഷാറാണ്. അതുമല്ല നല്ല എന്താണ്, പ്രായത്തിനേക്കാളും അതീതമായ പക്വത, എങ്ങനെയാണ് ഒരു കാട്ടിൽ അകപ്പെട്ടാൽ ഒരാൾ ചെയ്യേണ്ട എന്ന എല്ലാവിധ കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാമെന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പപ്പിമോളുടെ ഭയവും കൂടെ ഇല്ലാതാക്കി കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരേ പ്രായത്തിൽ 2 കുട്ടികൾ ഇത്രയും സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാര്യം. നമ്മുടെ കുട്ടികളെ നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കണം, കാട്ടിൽ അകപ്പെടാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക എന്നത്. കാരണം കാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമാണ്. കാട് മാത്രമല്ല, നമ്മുടെ കേരളമാണ്. കേരളത്തിനകത്ത് ഇഷ്ടംപോലെ രീതിയിൽ എന്താണ്, വനം, കാവുകൾ പോലും ഉള്ളതാണ്. ഒരു വലിയൊരു കാവാണെങ്കിൽ ആ കാവിൽ അകപ്പെട്ടാലും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്, കാവിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ വിധ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ സീരിയൽ കാണുമ്പോൾ കുട്ടികളോട് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ ആരും മറക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കാടുകളിനകത്തുള്ള ഡേഞ്ചർ മാത്രമല്ല, നമ്മുടെ ചുറ്റിനെ ഇപ്പം നമ്മളൊരു ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ ഇങ്ങനെയൊക്കെ കാടുകളുണ്ട്. ആ കാടുകൾ ഇത്രയും വലിയ രീതിയിൽ വന്യമൃഗങ്ങളുണ്ട്. ടി വിയിൽ നമ്മൾ കാണുന്നില്ലേ, ന്യൂസിനകത്ത് ഇപ്പം ആനയെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അതുപോലെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കുട്ടികളോട് ഈ വിധ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ അവർ നാളെ ടൂറിന് പോകുമ്പോഴാവട്ടെ, പുറത്ത് വേറെ എവിടെയും സ്ഥലത്ത് പോകുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ചെയ്യാനായിട്ട് വരുന്ന ഗെയിമും കാര്യങ്ങളും കണ്ടിട്ട് പോകുമ്പോൾ ഈ രീതിയിൽ ഒരു സ്ഥലത്ത് അവർ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂർ പറഞ്ഞാലേ അവർക്കതിൻ്റെ ഒരു ഭയം ഉള്ളിൽ കാണത്തുള്ളൂ. എന്താണ് ചീത്ത, എന്താണ് ശരിയെന്ന് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയാലേ അത് തെറ്റാണ്, അതിലേക്ക് പോയാൽ അപകടങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സീരിയൽ റിവ്യൂ പോവാം. അപ്പം കുട്ടികളിങ്ങനെ ഇരുട്ട് നിറഞ്ഞു കഴിഞ്ഞു, കാട്ടിലേക്ക് നടക്കുവാണ്. ശാലിനി അവരുടെ പിറകെ തന്നെ ഉണ്ട്. ശാലിനിയും എന്താണ്, കുട്ടികൾക്ക് വേണ്ടി പപ്പി, സത്തി 2 പേരും ശാലിനി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തും നമ്മുടെ ശ്യാമയും വിളിക്കുമ്പോൾ ആകപ്പാടെ എന്താണ്, അവർ പപ്പിമോളെ മാത്രമേ തിരയുന്നുള്ളൂ. അവരുടെ കണ്ണുകൾ തിരയുന്ന മൊത്തം പപ്പിമോളെയാണ്. അവരുടെ നാവുകൾ വിളിക്കുന്നത് പപ്പിമോളെ മാത്രമാണ്. പക്ഷെ അവിടെ കൂടെ തന്നെ ഉള്ള നമ്മുടെ വിഷ്ണു വിളിക്കുന്നത് പപ്പി, സത്യേ, മോളെ എന്ന് 2 പേരെയും വിളിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ സത്യേ, മോളെ എന്ന വിളി കേൾക്കുമ്പോൾ അറിയാം, അതായത് സ്വാർത്ഥത ഇല്ലാതെ തൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട കുട്ടി പപ്പി മാത്രമാണെങ്കിലും പപ്പിക്ക് വേണ്ടി മാത്രമല്ലാതെ കൂടെ ഉള്ളതും ഒരു കുഞ്ഞാണെന്നുള്ള ഒരു പരിഗണന, അതിനുപരി അറിയാത്ത തന്നെ മനസ്സിലുള്ള സ്നേഹമായിരിക്കാം. 2 കുട്ടികൾക്കും വേണ്ടി ഒരുപോലെയാണ് ശാലിനിയും വിഷ്ണുവും. ഒരുപോലെ അവരുടെ കണ്ണുകളും നാവുകളും ഒരുപോലെ എന്താണ്, പിടച്ചുകൊണ്ടുള്ള തേടലാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. കാട് വീണ്ടും ഇരുട്ടിലേക്ക് മാറിക്കഴിഞ്ഞു. ഇവരുടെ ഒന്നും ഫോണിലേക്ക് സിഗ്നൽ എന്ന് പറയുന്ന ഒരു അറ്റം പോലും ഒരു സിഗ്നലില്ല. കാരണം കാട്ടിൻ്റെ അങ്ങനെ പിള്ളേർ നടന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട് സത്യം, ഈ കാട്ടിനകത്ത് ഇരുട്ടായല്ലോ. പപ്പി മിണ്ടരുത്, നീ സംസാരിച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ദുഷ്ടമൃഗങ്ങൾ നമ്മുടെ ഒച്ച കേൾക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കാടാണ്. നമുക്ക് ഇതിനകത്ത് നമ്മൾ എവിടെ പോയാലും ഓരോരോ അപകടം. എനിക്ക് നടക്കാൻ വയ്യ, നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ വലിയ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കാടിന് ചുറ്റും മൃഗങ്ങൾ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ടേക്ക് പോയേ പറ്റത്തുള്ളൂ പപ്പി എന്ന് പപ്പിയോട് പറയുന്നുണ്ട്. അതായത് കാടിനെ കുറിച്ചുള്ള
അറിവ് എന്ന് പറയുന്നത് നമ്മുടെ സത്യമോൾക്കുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മുന്നോട്ടേക്കെങ്കിലും ധൈര്യത്തോടെ ചെല്ലാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അനുപല്ലവി വിളിക്കുന്നുണ്ട്, നമ്മുടെ എന്താണ് ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസർ ആവട്ടെ, നമ്മുടെ ശാലിനി ആവട്ടെ, എല്ലാവരും എന്താണ് അവരുടെ കയ്യിലൊക്കെ ടോർച്ചുണ്ട്. അവരൊക്കെ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ കുട്ടികൾക്കുള്ള തെരച്ചിൽ നടത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു ടോർച്ചോ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലും ഇല്ലാതെ അവർ മുന്നോട്ടേക്ക് നടക്കുമ്പോഴാണ് കുറേ മിന്നാമിനികളുടെ കൂട്ടം കാണുന്നത്. ആ മിന്നാമിനികളുടെ കൂട്ടം കാണുന്നത് നമ്മുടെ പപ്പിമോക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവണം. ഭയങ്കര എന്താണ്, കണ്ടിട്ടില്ലല്ലോ, അതും ഈ രാത്രിയിൽ കാടിൻ്റെ അഴകിനകത്ത് കുറേ മിന്നാമിനികൾ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും അതൊരു ഭംഗി സൗന്ദര്യമായി തന്നെ തോന്നും. അതിൻ്റെ പിറകെ പോകുമ്പോൾ ഒച്ച വെച്ചുകൊണ്ട് പോകുന്ന പപ്പീനെ ഒച്ച വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടും പപ്പിമോൾ കേൾക്കാത്ത മുന്നിലേക്ക് തന്നെ പോയി ഒച്ച വെക്കുമ്പോഴത്തേക്കും കുറേ രീതിയിലുള്ള പക്ഷിക്കൂട്ടങ്ങൾ, അതെനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ആ പക്ഷിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് വവ്വാലുകളുടെ കൂട്ടങ്ങളാണ്. കാട്ടിലെ വവ്വാലുകൾ എന്ന് പറയുന്നത് നാട്ടിലെ പോലെയല്ല, രോഗങ്ങൾ പടർത്താൻ വളരെയധികം പ്രാപ്തരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടം ചുറ്റിനും പറഞ്ഞപ്പോഴത്തേക്കും പപ്പിമോള് ഭയന്ന് വീണ്ടും എന്താണ് ഒച്ച വെച്ചുകൊണ്ട് പിറകിലേക്ക് ഓടുവാണ്. സത്യേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയുകയാണ്, പപ്പി മെല്ലെ എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ വായ അങ്ങ് പൊത്തുവാണ്. പപ്പിയുടെ വായ പൊത്തിട്ട് പപ്പി കരയാൻ തുടങ്ങുമ്പോഴത്തേക്കും പറയുവാണ്, കരയല്ലേ പപ്പി, ഞാൻ വായിൽ നിന്ന് കൈയെടുക്കുക, കരഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം നമ്മൾ ആക്രമിക്കാനായിട്ട് വരും. അപ്പോൾ അവൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അടുത്തെന്താണ് വലിയൊരു കാട്ടാനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പിന്നെ കരടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഇവർ പമ്മി എന്താണ് മിണ്ടല്ലേ പറയുന്നത്. നമ്മുടെ പപ്പി മോളാണെങ്കിൽ പെട്ടെന്ന് കരയാൻ തുടങ്ങി വീണ്ടും, എനിക്ക് അമ്മയെ കാണണം, സത്യം എനിക്ക് അമ്മയെ കാണണം. അപ്പോൾ നമ്മുടെ സത്യം മോൾ പറയും, ഷോ മിണ്ടാതെ കരയല്ലേ പപ്പി, കരയല്ലേ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ പപ്പി എന്ന് സത്യമോൾ വളരെ പയ്യെ സംസാരിച്ച് വീണ്ടും വാ പൊത്തിയിട്ട് പറയുവാണ്, പപ്പി ഞാനിപ്പം വായിൽ നിന്ന് കൈയെടുക്കും, ഇനി കരയരുത് കേട്ടോ, കരഞ്ഞാൽ നമ്മൾ ഉള്ളതിനേക്കാൾ അപകടത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഇവർ മുന്നിലേക്ക് ചെന്ന് നടക്കുന്ന റോഡ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ വലിയ അക്ഷരത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോർഡിനകത്ത് സൈൻ ബോർഡിനകത്ത് ഡേഞ്ചർ സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അപകട മേഖല, ഇതിലേക്ക് പോകരുതെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭാഗം ഈ കുട്ടികളുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവരെന്താണ് അങ്ങോട്ടേക്ക് തന്നെയാണ് ഈ നടന്ന് കയറുന്നത്. കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കാട്ടാനയുടെ ശബ്ദവും ഭയങ്കരമായ മൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഇവർക്ക് അടുത്ത് കേൾക്കണം. അപ്പോൾ നമ്മുടെ പപ്പിമോക്ക് വീണ്ടും പിന്നീട്, സത്യം നമ്മൾ പോകുന്ന ശരിയായ വരിയിലാണോ, എനിക്കെങ്ങനെ അറിയാൻ പപ്പി, അത് അറിയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ കാട്ടിലല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്കറിയത്തില്ല, നമ്മൾ ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും. അത് നീ പേടിക്കണ്ട, എൻ്റെ അമ്മ എന്തായാലും നമ്മളെ ഇപ്പം അന്വേഷിച്ച് തുടങ്ങി കാണും, എൻ്റെ അമ്മ എന്തായാലും നമ്മളെ രക്ഷപ്പെടുത്തും. ഇപ്പം തന്നെ എൻ്റെ അമ്മ എന്തായാലും നമ്മളെ അന്വേഷിച്ച് വന്ന് നമ്മുടെ അമ്മ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഉറപ്പായിട്ട് ഇപ്പം തന്നെ എന്നെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് സത്യമോളുടെ ഉള്ളിൽ കറക്റ്റായിട്ട് എന്താണ് അറിയാം. സത്യമോൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കിയാലോ, ചിലപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്താന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും. അത് ശരിയാ, എന്നാൽ പാപ്പ നീ നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ഫോണിങ്ങി തന്നെ എന്ന് അതിൻ്റെ ഫോണിനകത്ത് നോക്കുമ്പോൾ സിഗ്നലേ ഇല്ല. അയ്യോ സിഗ്നൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ടിട്ട് അവിടെ പരാജയപ്പെടാതെ സിഗ്നൽ ഇല്ല എന്ന് കണ്ടിട്ടും അടുത്തുള്ള എവിടെയെങ്കിലും തനിക്ക് ചാടി കയറാൻ പറ്റുന്ന ഒരു മരമുണ്ടോ എന്നാണ് നമ്മൾ സത്യമോൾ നോക്കുന്നത്. ചാടി കയറാൻ പറ്റുന്ന ഒരു മരം കണ്ടതും ആ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് വീണ്ടും പപ്പിമോളെ വിളിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ സത്യയെ കയറാൻ നോക്കിയിട്ട് സത്യക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ പപ്പിമോൾക്ക് സത്യയെ പിടിച്ച് കയറ്റുക എന്ന് പറയുന്ന ഒരു തൻ്റെ ഇടം ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊന്നും പപ്പിമോൾ എന്താണ് നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ള കുറ്റം പറിച്ചിലോ ഒന്നുമില്ലാതെ ഭവ്യതയോടെ എന്താണ് താഴെ ഇറങ്ങിയിട്ട്, നീ ഒരു കാര്യം ചെയ്യ് പപ്പി, ഞാൻ നിന്നെ പിടിച്ച് കയറ്റാം, നീ മരത്തിൽ കയറ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സഹായിച്ച് പപ്പിമോളെ മരത്തിൽ കയറ്റുവാണ്. പപ്പിമോളെ മരത്തിലേക്ക് ചാടി കയറാൻ സത്യം എന്താണ് നല്ല സഹായം ചെയ്യുന്നത്. പക്ഷെ പപ്പിമോൾക്ക് പേടിയാണ്, മരത്തിൽ കയറണം വീണ് പോയാലോ, നീ വീഴത്തില്ല പപ്പി, ഞാനല്ലേ പിടിച്ചിട്ടുള്ളത്, ഞാൻ നിന്നെ വീഴ്ത്തത്തില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്ത് ആ കൊടുത്ത വാക്ക് അതുപോലെ തന്നെ പാലിച്ച് കൂട്ടിന് ഒരുമിച്ച് തന്നെ നിന്ന് എന്താണ് മരത്തിൻ്റെ മണ്ടേ കയറ്റിയോട്. അങ്ങനെ ഫോണിന് സിഗ്നൽ കിട്ടിയതും ശാലിനിയെ വിളിച്ചത് ഹലോ മോളെ സത്യ എന്ന്. ശാലിനി ഫോൺ എടുക്കുമ്പോൾ, ആൻറ്റി ഞാൻ സത്യമല്ല, ഞാൻ പപ്പിയാ. മക്കളെ നിങ്ങൾ എവിടെയാണ്? ആൻറ്റി ഞങ്ങളിവിടെ കാട്ടിലകപ്പെട്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാവുന്നു. ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ അടുത്ത് തന്നെ, ഞാനും ഇതേ കാട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കുട്ടികൾ കേൾക്കാൻ പറ്റില്ല, നമ്മുടെ കുട്ടികൾക്ക് അവർ പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, ബാക്കി എല്ലാ ലൈൻ മുറിഞ്ഞ് കേൾക്കുവാണ്. അപ്പോഴത്തേക്കും നഹാസ് അവിടെ കൺട്രോൾ റൂമിനകത്തുണ്ട്. അവിടത്തേക്ക് എന്താണ് കുട്ടികളുടെ ഫോണിൻ്റെ സിഗ്നൽ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും ശാലിനി പറയാം, ഞാനിവിടെ കാട്ടിൽ തന്നെ അടുത്തുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അയ്യോ ഹലോ ആൻറ്റി ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് താഴെ ഇറങ്ങുവാണ്. നമ്മുടെ പപ്പിമോളെ മരത്തിൽ നിന്ന് പിടിച്ച് നമ്മുടെ സത്യമോൾ താഴെ ഇറക്കുന്നു. ശാലിനിക്കാണെങ്കിൽ എന്താണ്
വിളിച്ചു കഴിഞ്ഞപ്പം അതിനേക്കാൾ ടെൻഷനാണ്. കാരണം അവർ ഭയങ്കര ഭയന്നിരിക്കുമോ എന്നറിഞ്ഞതിൻ്റെ ടെൻഷൻ വേറെ ശാലിനിക്ക്. അപ്പോഴാണ് നഹാസിൻ്റെ ഫോൺ വന്നത്. മാഡം കുട്ടികളുടെ ഫോണിലേക്ക് ഇപ്പോൾ സിഗ്നൽ വന്നിട്ട്, എനിക്കറിയാം നഹാസ്, അവർ വിളിച്ച് എന്നോടാണ് സംസാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇപ്പോൾ അവർ നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും റേഞ്ച് ഓഫീസറുടെ കയ്യിലേക്ക് ശാലിനി ഫോൺ കൊടുക്കുകയാണ്. കാരണം കറക്റ്റ് ആ കാർഡിനെ കുറിച്ചുള്ള സുപരിചിതം ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ഈ കാർഡിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ അടുത്താണ് കുട്ടികൾ നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഉടനെ റേഞ്ച് ഓഫീസറിന് ടെൻഷനായിട്ട് റേഞ്ച് ഓഫീസർ പറയും, മാഡം ഒരു കാര്യം ചെയ്യും മാഡം ഇവിടെ നിൽക്കേണ്ട, ഇവിടെ ഭയങ്കര ഇനി ഡേഞ്ചർ സോണാണ്. ഈ 2.5 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്ര ഇരുട്ടായി കഴിഞ്ഞു. വന്യമൃഗങ്ങൾ പോലും ഇവിടെ ഈ പകൽ സമയത്ത് പോലും ഈ പറയുന്ന 2.5 കിലോമീറ്ററിൽ വന്ന് നിൽക്കാൻ പേടിക്കും. കാരണം മതം പിടിച്ച് പൊട്ടിയ ആനകളെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഉപേക്ഷിച്ച് കളയുന്ന സർക്കാരല്ല. അപ്പം ആ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരിക്കലും കുട്ടികൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിപ്പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാഡം പോയി റെസ്റ്റ് ഹൗസിനകത്ത് റെസ്റ്റ് എടുക്കാൻ നോക്കുക മാഡം, അതേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് 2.5 കിലോമീറ്റർ അല്ലെങ്കിൽ ശാലിനി കേട്ട് ഏത് ദിശയിലേക്കാന്ന് ചോദിച്ചിട്ട് ശാലിനി ആ ദിശ നോക്കി പോകണം. ആരും പറയുന്ന വാക്കുകൾക്കൊന്നും ശാലിനി അവിടെ ഒന്നും അനങ്ങാൻ നിൽക്കുന്നില്ല. ശാലിനിക്ക് ശാലിനിയുടെ ശരിയെന്ന് തോന്നുന്നത് ശാലിനിയുടെ മക്കളുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ്. അതിലേക്ക് ശാലിനി മുന്നോട്ടേക്ക് തന്നെ പോകുകയാണ്. പിന്നെ റേഞ്ച് ഓഫീസേഴ്സിന് ഒന്നും പറയാനില്ല. കാരണം അവർക്ക് ശാലിനിയുടെ കൂടെ പോയേ പറ്റത്തുള്ളൂ. കാരണം ആസ് എ കളക്ടർ ഒരാൾ മുന്നിലേക്ക് മുൻകൈ എടുത്ത് മുന്നിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പിറകിൽ പോകാനേ ഓഫീസേഴ്സിന് പറ്റത്തുള്ളൂ. ശാലിനി എത്രയും വേഗം അവർ അടുത്തെത്താനായി ശാലിനി പരിശ്രമം നടത്തുമ്പോൾ നമ്മൾക്ക് വേറൊരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റേഞ്ച് ഓഫീസേഴ്സ് കൂടാതെ വേറൊരു ടീം വന്നില്ലേ, അവരും ഒരു ഭാഗത്ത് ടോർച്ച് വെച്ച് കുട്ടികൾ അന്വേഷണം നിൽക്കുന്നുണ്ട്. നമ്മുടെ ശ്രീരഞ്ജിൻ്റെ ഒരു ടീം ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നമ്മുടെ വിഷ്ണുവും ശ്യാമയും എല്ലാവരും വരുമ്പോൾ നമ്മുടെ ശ്യാമയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്, ഫോണിന് സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കിയേ രോഹിത്തെ, കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യയുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ എവിടെയാണെന്ന് അറിയാമല്ലോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഫോണിന് ഒരു തുള്ളി സിഗ്നലില്ല. നിങ്ങളിപ്പോൾ ഫോണിൻ്റെ സിഗ്നലൊന്നും നോക്കിക്കാതെ മുന്നോട്ടേക്ക് നടക്കാൻ നോക്കുന്നു. വന്നിട്ട് വിഷ്ണു അവരെ വിളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കൊണ്ട് മുൻകൈയിൽ എങ്ങനെ തേര് മുന്നിലേക്ക് നടക്കുമോ അതുപോലെ തേരായി വഴികാട്ടിയായി വിഷ്ണു തന്നെയാണ് അവരുടെ കൂടെ മുന്നിലുള്ളത്. മാതാപിതാക്കൾക്കാലും ഉഷാറിൽ നിൽക്കുന്ന വിഷ്ണു തന്നെയാണ്. വിഷ്ണു മോളെ സത്യേ പപ്പി എന്ന് നല്ലപോലെ ഒച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ആ വിളികൾ 2.5 കിലോമീറ്ററിൽ പോലും ഈ കാട്ടിൽ ഇത്ര ശാന്തതയായിട്ടും ആ ഒച്ചകൾ അവിടെ തമ്മിൽ എത്തുന്നില്ല. കാരണം അങ്ങനെ ശാലിനി നിൽക്കുമ്പോഴാണ് മാഡം ആനകൾ നമ്മുടെ അടുത്ത് വന്നു എന്നൊരു സംശയം അവിടെ ഉള്ള പോലീസ് ഓഫീസേഴ്സ് പറയുന്നുണ്ട്. ശാലിനിയുടെ അടുക്കലേക്ക് ആന വന്നു എന്നൊരു ഭയം ഇല്ലായ്മയില്ല. അത് കൂടാതെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സത്യ എടുത്ത് നമ്മുടെ പപ്പിമോൾ പറയുന്നത്, എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ട് സത്യ എന്ന് പറയുമ്പോഴത്തേക്കും, നീ ഒരു കാര്യം ചെയ്യും പപ്പി, നീ മരത്തിൻ്റെ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ പോയി ഇത് കാടല്ലേ, ഞാൻ ചുറ്റിനും നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും പഴങ്ങൾ കിട്ടാതിരിക്കുന്നില്ല, ഞാൻ പോയി നിനക്കായി കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ സത്യം കണ്ടുപിടിച്ച്, നീ എന്നെ വിട്ട് പോകണ്ട, എനിക്ക് വിശന്നാലും സാരമില്ല, നീ എന്നെ വിട്ട് പോയാൽ ഞാൻ പേടിച്ചെന്നെ ചത്തു പോകും പപ്പി, അതുകൊണ്ട് സത്യം നീ എൻ്റെ അടുത്ത് പോവല്ലേ, പപ്പിമോൾ പേടിച്ച് ചത്തു പോകും, അതുകൊണ്ട് നീ എൻ്റെ അടുത്തുനിന്ന് മാറല്ലേ നമ്മുടെ പപ്പിമോള് നമ്മുടെ സത്യത്തെ പറയുമ്പോൾ സത്യയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നു. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കാണിച്ചിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ശാരദാമ്മയുടെ തപം, അത് ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ആശങ്കകൾ എല്ലാം തന്നെ മുന്നിലേക്കാണുള്ളത്. അപ്പോൾ എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ.